KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. SSF അനലൈസ സമാപിച്ചു. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് തുക വർദ്ധിപ്പിക്കണമെന്ന് SSF. ചെലവില്ലാതെ ചികിത്സയൊരുക്കി തൃശൂരിലെ തളിക്കുളത്ത് സാന്ത്വന കേന്ദ്രം. ആനന്ദകരമായ മദ്രസാ വിദ്യാഭ്യാസം. SMA സംസ്ഥാന ക്യാമ്പയിന് ഉജ്ജ്വല തുടക്കം. രാഷ്ട്ര സംരക്ഷണം വിശ്വാസിയുടെ ബാധ്യതയെന്ന് ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ദ്രുത പരിശോധനയ്ക്ക് വിജിലൻസ് കോടതി ഉത്തരവ്. ലൈറ്റ് മെട്രോയുടെ ഭാഗമായി മേൽപ്പാല നിർമ്മാണത്തിന് DMRC സമർപ്പിച്ച പദ്ധതിക്ക് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അനുമതി നൽകി. മുസ്ലിം വിരുദ്ധതയിൽ നരേന്ദ്രമോദിക്കും ഡൊണാൾഡ് ട്രംപിനും ഒരേ നിലപാടെന്ന് കൻഹയ്യ കുമാർ. സൌദി അറേബ്യയ്ക്കു പിന്നാലെ ഒമാനിലും തൊഴിൽ പ്രതിസന്ധി രൂക്ഷം. 48 മലയാളികൾ ഉൾപ്പെടെ 76 പേർക്ക് നോട്ടീസ്. ഉത്തർപ്രദേശിൽ മണിക്കൂറുകൾക്കിടെ വീണ്ടും രണ്ടാമതും കൂട്ടമാനഭംഗം. ഇരുചക്രവാഹനങ്ങളിലെ ഹെൽമറ്റ് ബോധവൽക്കരണം. ശിക്ഷയിളവില്ലെന്ന് ഗതാഗത മന്ത്രി. ആരോപണങ്ങളാൽ മലബാർ സിമന്റ്സിനെ തകർക്കാൻ ശ്രമിക്കരുതെന്ന് വ്യവസായ മന്ത്രി. ആരോഗ്യത്തോടെ ജീവിക്കാൻ പഠിക്കാം. കേരള മുസ്ലിം ജമാഅത്ത് ക്യാമ്പയിന് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. ലൈറ്റ് മെട്രോയുടെ ഭാഗമായി മേൽപ്പാല നിർമ്മാണത്തിന് DMRC സമർപ്പിച്ച 273 കോടിയുടെ പദ്ധതിക്ക് അനുമതി നൽകാൻ ധാരണ. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. ലൈറ്റ് മെട്രോ പദ്ധതിക്ക് കേന്ദ്രാനുമതി നേടിയെടുക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ യോഗത്തിൽ E. ശ്രീധരൻ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ലൈറ്റ് മെട്രോ പദ്ധതിക്ക് മുന്നോടിയായി നിർമ്മിക്കേണ്ട മേൽപ്പാലങ്ങളുടെ പദ്ധതി രൂപരേഖയാണ് മുഖ്യമന്ത്രിക്കും ജനപ്രതിനിധികൾക്കും മുമ്പിൽ DMRC ഉദ്യോഗസ്ഥർ അവതരിപ്പിച്ചത്. കേരള റാപ്പിഡ് ട്രാൻസിറ്റ് കോർപ്പറേഷന് സമർപ്പിച്ച പദ്ധതിക്ക് ഭരണാനുമതി നൽകാൻ ധാരണയായി. ഇക്കാര്യം അടുത്ത മന്ത്രിസഭായോഗം പരിഗണിക്കും. ലൈറ്റ് മെട്രോ പദ്ധതിക്ക് കേന്ദ്രാനുമതി നേടിയെടുക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്ന് DMRC മുഖ്യ ഉപദേഷ്ടാവ് E. ശ്രീധരൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. നഗരവികസന മന്ത്രാലയം ചോദിച്ച രേഖകൾ കേരളം യഥാസമയം ലഭ്യമാക്കിയില്ലെന്ന് ആക്ഷേപമുയർന്നിരുന്നു. തലസ്ഥാനത്തെ ലൈറ്റ് മെട്രോയുടെ ഭാഗമായ ശ്രീകാര്യം, ഉള്ളൂർ, പട്ടം മേൽപ്പാലങ്ങൾക്കായി 273 കോടിയാണ് ചെലവ് കണക്കാക്കിയിട്ടുള്ളത്. മെട്രോയ്ക്കായി തൂണുകൾ പണിയുന്നതിനു മുമ്പായി മേൽപ്പാലങ്ങൾ പൂർത്തിയാക്കണം. കൊച്ചി മെട്രോയുടെ നിർമ്മാണ പുരോഗതിയും യോഗം വിലയിരുത്തി. പൊതുമരാമത്ത് മന്ത്രി G. സുധാകരൻ, MLA-മാർ, DMRC ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പാലക്കാട് മെഡിക്കൽ കോളേജിൽ ജീവനക്കാരെ നിയമിച്ചതിൽ അഴിമതിയെന്ന പരാതിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കം 6 പേർക്കെതിരെ ദ്രുത പരിശോധന. മുൻ മന്ത്രി AP അനിൽകുമാർ, മെഡിക്കൽ കോളേജ് സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ S. സുബയ്യ എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നു. 170-ലേറെ ജീവനക്കാരുടെ നിയമനത്തിൽ അഴിമതിയും ക്രമക്കേടും നടത്തിയെന്നാണ് പരാതി. സ്ഥിരം ജീവനക്കാരുടെ നിയമനത്തിന് PSCയെയോ താൽക്കാലിക നിയമനത്തിന് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയോ അറിയിച്ചില്ല. ഈ നടപടിയിൽ അഴിമതിയുണ്ടെന്ന് വിജിലൻസ് റിപ്പോർട്ട് നൽകിയിട്ടും അത് പരിഗണിക്കാതെ സർക്കാർ അംഗീകാരം നൽകിയെന്നും പരാതിയിൽ പറയുന്നു. സെപ്റ്റംബർ 19-നകം റിപ്പോർട്ട് നൽകാനാണ് തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവ്. വിജിലൻസ് തിരുവനന്തപുരം യൂണിറ്റിനാണ് അന്വേഷണ ചുമതല. യുവമോർച്ച പാലക്കാട് മുൻ ജില്ലാ പ്രസിഡന്റ് P. രാജീവാണ് പരാതി നൽകിയത്. ഇരുചക്രവാഹനക്കാർ ഹെൽമറ്റ് ധരിച്ചെത്തിയാൽ മാത്രം പെട്രോൾ പദ്ധതി ഗതാഗത മന്ത്രി ഉദ്ഘാടനം ചെയ്തു. റഫീഖ് നരിക്കുനിയുടെ റിപ്പോർട്ടിലേക്ക്. ഇരുചക്രവാഹന യാത്രക്കാർക്ക് ഹെൽമറ്റ് ധരിച്ചെത്തിയാൽ മാത്രം പെട്രോൾ നൽകുന്ന പദ്ധതിക്ക് കൊച്ചിയിൽ തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ഇരുമ്പനം BPCL പെട്രോൾ പമ്പിൽ ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. ആദ്യം 15 ദിവസത്തെ ബോധവൽക്കരണ പരിപാടികൾ നടത്തിയ ശേഷം നിയമ ഭേദഗതി നടപ്പാക്കി കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം നഗരങ്ങളിൽ പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനം. ഹെൽമറ്റ് ധരിച്ച് പമ്പിലെത്തുന്നവർക്ക് കൂപ്പൺ നൽകാനും മാസത്തിലൊരിക്കൽ നറുക്കെടുത്ത് 5 ലിറ്റർ പെട്രോൾ സൌജന്യമായി നൽകാനും തീരുമാനമായി. ഹെൽമറ്റ് ധരിക്കാതെ പെട്രോൾ നൽകില്ല എന്ന തീരുമാനത്തിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ പദ്ധതിയുമായി മുന്നോട്ടു പോകില്ല എന്ന നിലപാടിൽ നിന്ന് സർക്കാർ പിന്മാറിയിരുന്നു. ഇത് സംബന്ധിച്ച് ഗതാഗത കമ്മീഷണർ ടോമിൻ J. തച്ചങ്കരിയോട് വിശദീകരണം തേടിയിരുന്നുവെന്നും വിശദീകരണം തൃപ്തികരമായിരുന്നുവെന്നും ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ വിശദീകരിച്ചിരുന്നു. എന്നാൽ ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു. ഇന്ധന കമ്പനികൾക്കും പെട്രോൾ പമ്പുകൾക്കും ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകുമെന്നും റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം നടപടികളെന്നും ടോമിൻ J. തച്ചങ്കരി വ്യക്തമാക്കിയിരുന്നു.
തീരുമാനത്തിലെ അപ്രായോഗികത പല കോണുകളിൽ നിന്നും ചൂണ്ടിക്കാട്ടിയിരുന്നുവെങ്കിലും പദ്ധതിയുമായി മുന്നോട്ടു പോകാനായിരുന്നു സർക്കാർ തീരുമാനം. റഫീഖ് നരിക്കുനി, KMIC ന്യൂസ്, തിരുവനന്തപുരം. ബോധവൽക്കരണ ക്യാമ്പയിനുണ്ടെന്ന് കരുതി നിയമം ലംഘിക്കുന്ന ഇരുചക്രവാഹന യാത്രക്കാരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കില്ലെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. ഹെൽമറ്റ് ധരിക്കാനുള്ള ബോധവൽക്കരണ പരിപാടി വലിയ മാറ്റമുണ്ടാക്കും എന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു. ഈ ബോധവൽക്കരണ പരിപാടികളിലൂടെ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്. ബോധവൽക്കരണ പരിപാടികൾ ആരംഭിക്കുന്നു എന്നതിനർത്ഥം നിയമം ലംഘിക്കുന്നവർക്ക് മോട്ടോർ വാഹന നിയമത്തിലെ അനുശാസിക്കുന്ന ശിക്ഷാവിധികൾ ഒഴിവാക്കപ്പെടുന്നുവെന്നല്ല. പക്ഷേ ഈ ആഴ്ച അത് ശിക്ഷാവിധികളിലേക്ക് പോവുകയില്ല. ഈ 2 ആഴ്ച കഴിഞ്ഞാലാണ് അവർക്ക് പിഴയും തുടങ്ങിയിട്ടുള്ള മറ്റ് ശിക്ഷകൾ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മോട്ടോർ വാഹന നിയമത്തിൽ അനുശാസിക്കുന്ന നിയമമനുസരിച്ച് മാത്രമായിരിക്കും മോട്ടോർ വാഹന വകുപ്പ് ഈ ക്യാമ്പയിൻ നടത്തുക. പെട്രോൾ അടിക്കാൻ വരുന്ന ഇരുചക്ര വാഹന യാത്രക്കാരൻ അവൻ ഹെൽമറ്റ് ധരിച്ചവനാകട്ടെ അല്ലാത്തവനാകട്ടെ ഹെൽമറ്റ് ധരിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ചുള്ള ലഘുലേഖകളും മറ്റുമാണ് നൽകുക. അതൊരു സംഘർഷത്തിനും വഴി ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഉണ്ടായാൽ ആരായിരിക്കും ഉത്തരവാദിത്തം? ഗതാഗത വകുപ്പ് തന്നെ മറുപടി പറയേണ്ടി വരില്ലേ? സംഘർഷം ഉണ്ടാകാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. പിന്നെ ഈ പ്രവൃത്തിയും ഒരു സംഘർഷത്തിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ അത് അപ്പോൾ ആലോചിച്ചാൽ മതിയല്ലേ. പക്ഷെ അങ്ങനെ ഒരു ലഘുലേഖ വിതരണം ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ കേരളത്തിൽ സംഘർഷം ഉണ്ടാവും എന്നുള്ളത് ഒരു അതിരുകവിഞ്ഞ ഒരു കണക്കുകൂട്ടലാണ്. ക്യാമ്പയിൻ നടത്തുന്നത് എന്റെ അറിവോടുകൂടി തന്നെയാണ്. ഉത്തർപ്രദേശിൽ മണിക്കൂറുകൾക്കിടെ രണ്ടാമതും കൂട്ടമാനഭംഗം. ഫിറോസാബാദിൽ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുകയായിരുന്ന 27-കാരിയാണ് കഴിഞ്ഞ രാത്രി മാനഭംഗത്തിനിരയായത്. അതേസമയം ഡൽഹി കാൺപൂർ ദേശീയപാതയിൽ കാർ തടഞ്ഞു നിർത്തി അമ്മയെയും മകളെയും മാനഭംഗത്തിനിരയാക്കിയ കേസിൽ 5 പ്രതികൾ അറസ്റ്റിലായി. ഡൽഹിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയ ശേഷം കൊലപ്പെടുത്തിയ കേസിലും 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ പോലീസ് കാലതാമസം വരുത്തുന്നെന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് വീണ്ടും യുവതി മാനഭംഗത്തിനിരയായത്. ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവതി കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ലഹരിമരുന്ന് കലർത്തിയ ജ്യൂസ് നൽകി. ബോധം പോയ യുവതിയെ ആളൊഴിഞ്ഞ സ്ഥലത്തെ വയലിലേക്ക് കൊണ്ടുപോയാണ് മാനഭംഗപ്പെടുത്തിയത്. ഡ്രൈവർ ഉൾപ്പെടെ 2 പേരാണ് ഓട്ടോയിലുണ്ടായിരുന്നതെന്ന് യുവതി പോലീസിൽ പരാതി നൽകി. അതേസമയം ഉത്തർപ്രദേശിലെ ബുലന്ദ്ഷെഹർ ജില്ലയിലൂടെ യാത്ര ചെയ്യുകയായിരുന്ന 6-അംഗ കുടുംബത്തിനെ തടഞ്ഞു നിർത്തി കൊള്ളയടിച്ച ശേഷം അമ്മയെയും മകളെയും കൂട്ടമാനഭംഗത്തിനിരയാക്കിയ സംഭവത്തിൽ 5 പേരെ അറസ്റ്റ് ചെയ്തു. പരാതി സ്വീകരിക്കാനോ സംഭവസ്ഥലം സന്ദർശിക്കാനോ പോലീസ് തയ്യാറായില്ലെന്ന ബന്ധുക്കളുടെ ആരോപണത്തെ തുടർന്ന് സൂപ്രണ്ട് ഓഫ് പോലീസ് ഉൾപ്പെടെ 5 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. കൂടുതൽ പ്രതികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് DIG പറഞ്ഞു. ആരോപണങ്ങളാൽ മലബാർ സിമന്റ്സിനെ തകർക്കാൻ ശ്രമിക്കരുതെന്ന് വ്യവസായ മന്ത്രി EP ജയരാജൻ. അഴിമതി ആരോപണങ്ങളിൽ ഉദ്യോഗസ്ഥർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ മാത്രം നടപടിയുണ്ടാകും. വിജിലൻസ് അന്വേഷണം നടക്കുന്നതുകൊണ്ട് മാത്രം നടപടിയെടുക്കാനാവില്ലെന്നും അദ്ദേഹം പാലക്കാട് പറഞ്ഞു. ആരോപണം ഉന്നയിച്ചാൽ അപ്പോൾ സസ്പെൻഡ് ചെയ്യാന്നുള്ളതല്ല ഞങ്ങളുടെ നിലപാട്. ആരോപണങ്ങളെ സംബന്ധിച്ച് ഞങ്ങളും പഠിച്ച് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇവിടെയും ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും എന്ന് ഞങ്ങൾ വ്യക്തമാക്കി. രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ അംഗീകരിക്കാത്തവർക്ക് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അധികാരമില്ലെന്ന് JNU സമരനായകനും AISF നേതാവുമായ കൻഹയ്യ കുമാർ. ഇസ്ലാമിനെക്കുറിച്ച് ഭീതി പരത്തി യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനാണ് സാമ്രാജ്യത്വം ശ്രമിക്കുന്നതെന്നും കൻഹയ്യ കുമാർ കോഴിക്കോട്ട് പറഞ്ഞു. മതതീവ്രവാദത്തിനും കപട ദേശീയതയ്ക്കുമെതിരെ AIYF സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കൻഹയ്യ കുമാർ. സാമ്രാജ്യത്വത്തിന് എപ്പോഴും ഒരു ശത്രു വേണം. അതിനായി സാമ്രാജ്യത്വം സൃഷ്ടിച്ച കൃത്രിമ ശത്രുവാണ് ഇസ്ലാമെന്ന് കൻഹയ്യ കുമാർ പറഞ്ഞു. ഇസ്ലാം വിരുദ്ധതയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അധികാരത്തിലെത്തിയാൽ രാജ്യത്തുനിന്ന് മുസ്ലിംകളെ നിഷ്കാസിതരാക്കുമെന്ന് പറയുന്ന അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ഡൊണാൾഡ് ട്രംപിനും ഒരേ നിലപാടാണെന്നും കൻഹയ്യ കുമാർ പറഞ്ഞു. And there is a psychological war, ideological war. They are spreading Islamophobia and they are saying Islam is problem. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയുമാണ് രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നം. ഇതിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണ് നരേന്ദ്രമോദി ബീഫിന്റെ രാഷ്ട്രീയം കളിക്കുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും തൊഴിലില്ലായ്മയും ഇല്ലാതാക്കിയാൽ എല്ലാവർക്കും തുല്യനീതി ഉറപ്പാകുമെന്നും കൻഹയ്യ കുമാർ പറഞ്ഞു. ऐसे माहौल में हमको रियल इश्यूज को लेकर के फाइट करना पड़ेगा और इस देश के लिए जो रियल इश्यूज है वो इनइक्वालिटी है. इस देश के लिए जो रियल इश्यूज है वो अनएम्प्लॉयमेंट है,
इस देश के लिए जो रियल इश्यूज है वो एजुकेशन है, इस बात को उनको समझना पड़ेगा। വൻ ആവേശത്തോടെയാണ് കനഹയ്യകുമാറിന്റെ ഓരോ വാക്കുകളും സദസ്സ് സ്വീകരിച്ചത്. സദസ്സിനെ കൈയിലെടുത്താണ് കനഹയ്യകുമാർ വേദി വിട്ടതും. തുണി കഴുകുന്നതിനിടയിൽ വാഷിംഗ് മെഷീൻ പൊട്ടിത്തെറിച്ചു. വീട്ടമ്മ തുണിയിട്ടു പുറത്തുപോയതിനാൽ വൻ അപകടമൊഴിവായി. കടന്നപ്പള്ളി അനിലിന്റെ വീട്ടിലെ വാഷിംഗ് മെഷീനാണ് പൊട്ടിത്തെറിച്ചത്. ഇന്നലെ രാത്രിയിലാണ് സംഭവം. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. സൌദി അറേബ്യയ്ക്കു പിന്നാലെ ഒമാനിലും തൊഴിൽ പ്രതിസന്ധി രൂക്ഷം. സർക്കാർ ആശുപത്രികളിലെ സ്വദേശികളല്ലാത്ത നഴ്സുമാരെ പിരിച്ചുവിടാനുള്ള നോട്ടീസ് നൽകി. 48 മലയാളികൾ ഉൾപ്പെടെ 76 പേർക്കാണ് നോട്ടീസ്. ഇന്നു മുതൽ ജോലിയിൽ പ്രവേശിക്കേണ്ടെന്നാണ് നിർദ്ദേശം. സ്വദേശിവത്കരണം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്നാണ് വിശദീകരണം. 90 ദിവസത്തെ സാവകാശമാണ് നോട്ടീസിൽ നൽകിയിരുന്നത്. ഇത് ഇന്ന് അവസാനിക്കും. അടുത്ത 8 ദിവസത്തിനുള്ളിൽ ഇവിടെ നിന്ന് മടങ്ങണമെന്നാണ് നഴ്സുമാർക്ക് നിർദ്ദേശം നൽകിയത്. ഇവിടെ ഞങ്ങൾക്ക് 90 ദിവസത്തെ ഡേറ്റ് ഇട്ടാണ് നോട്ടീസ് തന്നിരിക്കുന്നത്, ടെർമിനേഷൻ നോട്ടീസ്. അത് അവര് പറയുന്നത് ഇവിടുത്തെ ഒമാനൈസേഷൻ എന്നാണ് പറയുന്നത്. വേറെ കാരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം ഈ 1-ാം തീയതി ആയിരുന്നു, ഇന്നായിരുന്നു അവസാനത്തെ ദിവസം. ഇനിയിപ്പോ ഒരു 5-8 ദിവസം കൊണ്ട് തന്നെ എല്ലാരും പോകണമെന്നാണ് പറഞ്ഞത്. 76 പേർക്കോളം പേപ്പർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു റീജിയനിൽ മാത്രം. അതിൽ കുറച്ച് ഫിലിപ്പൈൻസുകാരും ഇന്തോനേഷ്യക്കാരൊക്കെ ഉണ്ട്. ബാക്കി മലയാളികൾ എന്ന് പറയുന്നത് ഏതാണ്ട് 46-48 പേരുണ്ട്. അതേസമയം ഗൾഫിലെ തൊഴിൽ പ്രശ്നങ്ങളിൽ ഇടപെടാൻ നോർക്ക സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. എംബസി, മലയാളി സംഘടനകൾ എന്നിവയെ ഏകോപിപ്പിച്ചുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് അടിയന്തര നടപടികൾ എടുക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത്. നിതാഖാത്ത് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി 10,000-ത്തിലധികം ഇന്ത്യക്കാർക്കാണ് സൌദി അറേബ്യയിൽ ജോലി നഷ്ടമായത്. ഇക്കാമ പോലും കൈവശമില്ലാത്തതിനാൽ ഇവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കുന്നില്ല. കെട്ടിട നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്നവരെയാണ് പ്രധാനമായും പ്രശ്നങ്ങൾ ബാധിച്ചിരിക്കുന്നത്. പലർക്കും നിരവധി മാസത്തെ ശമ്പളം ലഭിക്കാനുമുണ്ട്. സൌദിയിൽ കുടുങ്ങിയവരെ തിരികെ എത്തിക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. ഭക്ഷണം പോലുമില്ലാതെ കുടുങ്ങിയവർക്ക് ഭക്ഷണമെത്തിക്കുന്ന നടപടി ഇന്ത്യൻ എംബസിയും പ്രവാസി സമൂഹവും തുടരുകയാണ്. റിയാദിലെ ഇന്ത്യൻ എംബസിയുടെ മേൽനോട്ടത്തിലാണ് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ ഏകോപിപ്പിക്കുന്നത്. തൊഴിലാളികളെ തിരികെ എത്തിക്കുന്നതിന് നേതൃത്വം നൽകാൻ വിദേശകാര്യമന്ത്രി VK സിംഗ് സൌദിയിലെത്തും. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. നിശ തോറ്റിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി നിശ തോറ്റിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ നിശ തോറ്റിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം കമറുലുലമ കാന്തപുരത്തിൻ സ്നേഹവിഹാസം കമറുലുലമ കാന്തപുരത്തിൻ സ്നേഹവിഹാസം മാനവികം മനസ്സുള്ളിലുറപ്പിക്കാൻ മൃദുഹാസം നിശ തോട്ടിടും ദീപവുമാ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ നൽകിവരുന്ന സ്കോളർഷിപ്പ് തുക വർദ്ധിപ്പിക്കണമെന്ന് SSF സ്റ്റേറ്റ് അനലൈസ ആവശ്യപ്പെട്ടു.
വിദ്യാഭ്യാസ രംഗത്ത് പിന്നാക്കം നിൽക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് കൂടുതൽ തുക വകയിരുത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണം. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ഓൺലൈൻ വഴിയാക്കണമെന്ന കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ ഇളവ് അനുവദിക്കണമെന്നും SSF ആവശ്യപ്പെട്ടു. മുൻവർഷങ്ങളിൽ സ്കൂളുകളിൽ അപേക്ഷ നൽകിയാൽ മതിയായിരുന്നു. പുതിയ തീരുമാനപ്രകാരം രക്ഷിതാക്കൾ ഒന്നിലേറെ തവണ അക്ഷയ സെന്ററുകളിലും സ്കൂളുകളിലും കയറിയിറങ്ങേണ്ടിവരും. സാങ്കേതികമായി അറിവ് കുറഞ്ഞവർക്ക് പുതിയ തീരുമാനം പ്രയാസം സൃഷ്ടിക്കും. ഇത്തരക്കാർക്ക് ലളിതമായി അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം കൂടി ഒരുക്കേണ്ടതുണ്ട്. കൂടുതൽ സമയവും പണവും ചെലവഴിക്കേണ്ടിവരുമെന്നതിനാൽ അപേക്ഷകരുടെ എണ്ണത്തിൽ ഭീമമായ കുറവ് അനുഭവപ്പെടും. അർഹരായ ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നഷ്ടപ്പെടുകയാകും ഇതിന്റെ ഫലം. ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അനുഗുണമായ തീരുമാനം പ്രതീക്ഷിക്കുന്നതായും അനലൈസ 44 അംഗീകരിച്ച പ്രമേയം ചൂണ്ടിക്കാട്ടി. 2 ദിനങ്ങളിലായി കൊളത്തൂർ ഇർഷാദിയ ക്യാമ്പസിൽ നടന്നുവരുന്ന സംസ്ഥാന അർദ്ധവാർഷിക കൌൺസിൽ അനലൈസ 44 വി അബ്ദുൽ ജലീൽ സഖാഫി ഉദ്ഘാടനം ചെയ്തു. NV അബ്ദുറസാഖ് സഖാഫി അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 6 മാസത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും പുതിയ കർമ്മപരിപാടികൾ രൂപവത്കരിക്കുകയും ചെയ്തു. സമാപന സെഷനിൽ അലവി സഖാഫി കൊളത്തൂർ പ്രസംഗിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 1 മാസം നീണ്ടുനിൽക്കുന്ന ആരോഗ്യ ബോധവത്കരണ ക്യാമ്പയിൻ ഉദ്ഘാടനം നാളെ മേൽമുറി മഅദിനു സഖാഫത്തുൽ ഇസ്ലാമിയയിൽ വൈകുന്നേരം 4:30 ജില്ലാ കലക്ടർ S. വെങ്കടേശപതി ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം ജമാഅത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി അധ്യക്ഷത വഹിക്കും. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ഉമർ ഫാറൂഖ് മുഖ്യാതിഥിയായിരിക്കും. SYS സംസ്ഥാന സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി വിഷയാവതരണം നടത്തും. വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, സയ്യിദ് KPH തങ്ങൾ, അലവി സഖാഫി കൊളത്തൂർ, വടശ്ശേരി ഹസൻ മുസ്ലിയാർ, M. അബൂബക്കർ മാസ്റ്റർ, അബ്ദുറഷീദ് സഖാഫി പത്തപ്പിരിയം, M. അബ്ദുറഹ്മാൻ എന്നിവർ ആശംസകൾ അർപ്പിക്കും. ഡിഫ്തീരിയ, കോളറ തുടങ്ങിയ രോഗങ്ങൾ ജില്ലയിൽ വ്യാപിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും നടത്തുന്ന രോഗനിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകിയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓഗസ്റ്റ് 1 മുതൽ 31 വരെയുള്ള കാലയളവിൽ നടത്തുന്ന ക്യാമ്പയിനിന്റെ പ്രമേയം ആരോഗ്യത്തോടെ ജീവിക്കാൻ പഠിക്കാം എന്നതാണ്. ക്യാമ്പയിനിന്റെ ഭാഗമായി കൊണ്ടോട്ടിയിൽ 21-നും കുറ്റിപ്പുറത്ത് 28-നും സെമിനാറുകൾ സംഘടിപ്പിക്കും. മാലിന്യ പ്രശ്നങ്ങളും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് പരിഹാരം കാണുന്നതിന് പഞ്ചായത്ത്, മുനിസിപ്പൽ തലങ്ങളിൽ ചർച്ചാവേദികൾ, യൂണിറ്റ് തലങ്ങളിൽ പ്രഭാഷണങ്ങൾ, കുടുംബ സദസ്സുകൾ, CD പ്രദർശനം, ലഘുലേഖ വിതരണം, ഉദ്ബോധനം എന്നിവയും പൊതുസ്ഥലങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തും. സ്വരാഷ്ട്ര സംരക്ഷണം വിശ്വാസിയുടെ ബാധ്യതയാണെന്നും എല്ലാവിധത്തിലുള്ള തീവ്രവാദ വിഘടനവാദ ചിന്തകൾക്കെതിരെ സമാധാന വഴിയിൽ മുസ്ലിംകൾ നിലനിൽക്കണമെന്നും മർക്കസ് ഡയറക്ടർ ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞു. ഇന്തോനേഷ്യൻ പ്രതിരോധ മന്ത്രാലയവും പ്രമുഖ മുസ്ലിം സംഘടനയായ ജാമിയത്ത് തുർക്കു സൂഫിയയും സംയുക്തമായി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര പണ്ഡിത സമ്മേളനത്തിൽ രാഷ്ട്ര പ്രതിരോധത്തിന്റെയും സംരക്ഷണത്തിന്റെയും ഉദ്ദേശ്യവും പ്രാധാന്യവും ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന പ്രബന്ധം അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. 40 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. മുഫ്തിമാർ, യൂണിവേഴ്സിറ്റി തലവന്മാർ പങ്കെടുത്തു. ഇന്തോനേഷ്യൻ പ്രതിരോധ മന്ത്രി റമിസ റാക്കുഡു, ജാമിയ തുർക്കു സൂഫിയ പ്രസിഡന്റ് ഹബീബ് ലുത്തുഫി ബിൻ അലി ഉൾപ്പെടെയുള്ള ഇന്തോനേഷ്യയിലെ പ്രമുഖ പണ്ഡിതരും പ്രതിരോധ മന്ത്രാലയ പ്രതിനിധികളും സമ്മേളനത്തിൽ സംബന്ധിച്ചു. ഇസ്ലാമിന്റെ അടിസ്ഥാന മാർഗ്ഗത്തിൽ നിന്ന് രാഷ്ട്ര സുരക്ഷിതത്വത്തിനുവേണ്ടി നിലകൊള്ളാൻ സമ്മേളനം ആഹ്വാനം ചെയ്തു. സമ്മേളന തുടർ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേക കമ്മിറ്റിയും ഉണ്ടാക്കിയിട്ടുണ്ട്. മദ്രസ വിദ്യാഭ്യാസം ആഹ്ലാദകരവും ആനന്ദകരവുമാക്കുന്നതിന് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ SMA നടപ്പാക്കുന്ന സംസ്ഥാന ക്യാമ്പയിന് ഉജ്ജ്വല തുടക്കം. കണ്ണൂർ ചേംബർ ഹാളിൽ മദ്രസ അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളും നിറഞ്ഞുനിന്ന സദസ്സിൽ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ക്യാമ്പയിന്റെ പ്രഖ്യാപനം നടത്തി. കേരള മുസ്ലിം ജമാഅത്ത് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഹാമിദ് കോയമ്മത്തങ്ങൾ മാട്ടൂൽ അധ്യക്ഷത വഹിച്ചു. SMA സംസ്ഥാന ജനറൽ സെക്രട്ടറി KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ KMA റഹീം വിഷയാവതരണം നടത്തി. വൈസ് പ്രസിഡന്റുമാരായ സയ്യിദ് ഷറഫുദ്ദീൻ ജമലുലി, VM കോയ മാസ്റ്റർ, സംസ്ഥാന സെക്രട്ടറി PMS തങ്ങൾ തൃശൂർ, കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP അബൂബക്കർ മുസ്ലിയാർ പട്ടുവം, മുഹമ്മദ് അലി ഹാജി സ്റ്റാർ ഓഫ് ഏഷ്യ, PK അബൂബക്കർ മൗലവി, NP ഉമർ, E യക്കൂബ് ഫൈസി, സുലൈമാൻ സഖാഫി കുഞ്ഞുകുളം തുടങ്ങിയവർ സംബന്ധിച്ചു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി അബ്ദുറഹ്മാൻ കല്ലായി നന്ദിയും പറഞ്ഞു. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിലാണ് ക്യാമ്പയിൻ കാലയളവ്. ക്യാമ്പയിനിന്റെ ഭാഗമായി അധ്യാപക സംഗമങ്ങൾ, പാരന്റ്സ് അസംബ്ലി, സൌജന്യ പഠനോപകരണ വിതരണം, ഉമറ കോൺഫറൻസ്, സ്മാർട്ട് ട്രെയിനിംഗ്, സമ്പൂർണ്ണ ഗ്രേഡിംഗ്, ടേബിൾ ടോക്ക് എന്നിവ നടക്കും. ആതുര സേവന രംഗത്ത് പുതുചരിതം സൃഷ്ടിച്ച് തൃശൂർ തളിക്കുളം സാന്ത്വന കേന്ദ്രം.
ആർക്കും ഒരു പണച്ചെലവുമില്ലാതെ ഇവിടെ ചികിത്സ തേടാം. എല്ലാ യൂണിറ്റുകളിലും സാന്ത്വന കേന്ദ്രവും സാന്ത്വന ക്ലബ്ബും രൂപവത്കരിക്കണമെന്ന SYS സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന് തളിക്കുളം സർക്കിൾ പരിധിയിൽപ്പെട്ട തമ്പാൻകടവ് യൂണിറ്റാണ് വേദനിക്കുന്നവർക്ക് കൈത്താങ്ങായി കേന്ദ്രം സ്ഥാപിച്ചത്. ജൂണിൽ പ്രവർത്തനമാരംഭിച്ച സാന്ത്വന കേന്ദ്രത്തിൽ പ്രഗത്ഭരായ 7 ഡോക്ടർമാർ സേവനം ചെയ്യുന്നുണ്ട്. 4 ജീവനക്കാരുമുണ്ട്. ഇവർക്കുള്ള ശമ്പളവും രോഗികൾക്കാവശ്യമായ മരുന്നുകളും ഉൾപ്പെടെ പ്രതിമാസം 1.5 ലക്ഷത്തോളം രൂപയാണ് ചെലവാകുന്നത്. പ്രദേശവാസികളും പ്രവാസികളുമാണ് സ്ഥാപനത്തിന്റെ ആശ്രയം. ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ 4 വരെയാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം. ചുരുങ്ങിയ നിരക്കിൽ സ്കാനിംഗ് സേവനം ലഭ്യമാക്കുന്നതിന് കേന്ദ്രത്തിന്റെ കീഴിൽ വരുന്ന ചാരിറ്റബിൾ സ്കാനിംഗ് ഓർഗനൈസേഷന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. വാടാനപ്പള്ളി എടശ്ശേരിയിലാണ് സ്കാനിംഗ് സെന്റർ പ്രവർത്തിക്കുക. സംസ്ഥാന സർക്കാരിന്റെ മികച്ച ഡോക്ടർക്കുള്ള അവാർഡ് ലഭിച്ച ഡോക്ടർ NR മാഹിനാണ് സാന്ത്വന കേന്ദ്രത്തിന്റെ സൂപ്രണ്ട്. ഡോക്ടർ റിഷിൻ സുമൻ ചീഫ് മെഡിക്കൽ ഓഫീസറും ഷറഫുദ്ദീൻ മുനക്കടവ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമാണ്. MA റഫീഖ് ലത്തീഫി ചെയർമാനും PB നൌഷാദ് മുസ്ലിയാർ ജനറൽ കൺവീനറും അബ്ദുൽ അസീസ് ഗൾഫ് ചാപ്റ്റർ ചെയർമാനുമായ കമ്മിറ്റിയാണ് സ്ഥാപനത്തെ വളർത്തുന്നത്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SSF അനലൈസ സമാപിച്ചു. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് തുക വർദ്ധിപ്പിക്കണമെന്ന് SSF. ആനന്ദകരമായ മദ്രസാ വിദ്യാഭ്യാസം SMA സംസ്ഥാന ക്യാമ്പയിന് ഉജ്ജ്വല തുടക്കം. രാഷ്ട്ര സംരക്ഷണം വിശ്വാസിയുടെ ബാധ്യതയെന്ന് ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി. ചെലവില്ലാതെ ചികിത്സയൊരുക്കി തൃശൂരിലെ തളിക്കുളത്ത് സാന്ത്വന കേന്ദ്രം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ദ്രുതപരിശോധനയ്ക്ക് വിജിലൻസ് കോടതി ഉത്തരവ്. ഉത്തർപ്രദേശിൽ മണിക്കൂറുകൾക്കിടെ വീണ്ടും രണ്ടാമതും കൂട്ടമാനഭംഗം. മുസ്ലിം വിരുദ്ധതയിൽ നരേന്ദ്രമോദിക്കും ഡൊണാൾഡ് ട്രംപിനും ഒരേ നിലപാടെന്ന് കൻഹയ്യ കുമാർ. ഇരുചക്രവാഹനങ്ങളിലെ ഹെൽമറ്റ് ബോധവൽക്കരണം, ശിക്ഷയിളവില്ലെന്ന് ഗതാഗത മന്ത്രി. ആരോപണങ്ങളാൽ മലബാർ സിമന്റ്സിനെ തകർക്കാൻ ശ്രമിക്കരുതെന്ന് വ്യവസായ മന്ത്രി. ലൈറ്റ് മെട്രോയുടെ ഭാഗമായി മേൽപ്പാല നിർമ്മാണത്തിന് DMRC സമർപ്പിച്ച പദ്ധതിക്ക് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അനുമതി നൽകി. സൌദി അറേബ്യയ്ക്കു പിന്നാലെ ഒമാനിലും തൊഴിൽ പ്രതിസന്ധി രൂക്ഷം. 48 മലയാളികൾ ഉൾപ്പെടെ 76 പേർക്ക് നോട്ടീസ്. ആരോഗ്യത്തോടെ ജീവിക്കാൻ പഠിക്കാം. കേരള മുസ്ലിം ജമാഅത്ത് ക്യാമ്പയിന് നാളെ തുടക്കം. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.